എന്താണ് നോർമൽ? എന്താണ് നോർമൽ സ്റ്റേറ്റ് ഓഫ് ലീവിങ് എ ലൈഫ്? എന്താണ് ആ ഒരു നോർമൽ സ്റ്റേറ്റിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്? സോ നമ്മൾ മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയുടെ കോണ്ടെക്സ്റ്റിൽ നോർമൽ എന്ന് കാണുന്നതെന്ന് പറയുന്നത്, നോർമൽ മീൻസ് യു ലീവ് ഇൻ ദ മൈൻഡ് ആൻഡ് ഇറ്റ് ഓൾസോ മീൻസ് ഇറ്റ്സ് കോൾഡ് ആൻ ഓക്കെ ലൈഫ്. നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, ബട്ട് എന്നും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഒരു എക്സ്റ്റസിഡോ ബ്ലിസ് ഒന്നുമല്ല. ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കായിട്ടുള്ള സംഭവമാണ് ഒരു ലൈക്ക് ഒരു മിഡിൽ സ്റ്റേറ്റ് ആണ് നോർമൽ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് യു ആർ ഓക്കെ വിത്ത് ദിസ് ലൈഫ് എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് കോൾഡ് ലീവിങ് ഇൻ ദ മൈൻഡ്. സോ ഈ ലീവിങ് ഇൻ ദ മൈൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ ചിന്തകൾക്കുള്ളിൽ ജീവിക്കുക, മനസ്സിനുള്ളിൽ ജീവിക്കുക. അതായത് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മളല്ല മാസ്റ്റർ മൈൻഡിൻ്റെ, മൈൻഡ് ഈസ് കൺട്രോളിങ് അസ്, തോട്ട്സ് ആർ കൺട്രോളിങ് അസ്. സോ അങ്ങനെ ഒരു മൈൻഡിൻ്റെ ഒരു സ്ലേവറിക്കുള്ളിലാണ് നമ്മൾ നമ്മുടെ നോർമൽ ലൈഫ് എന്ന് പറയുന്നത്. നോർമൽ ലൈഫിൽ ലീഡ് ചെയ്യുന്ന എല്ലാവരുടെയും അവസ്ഥ എന്ന് പറയുന്നത്, അതായത് മനസ്സ് 24 മണിക്കൂറും വർക്ക് ചെയ്യുകയാണ്. മൈൻഡ് ഈസ് കണ്ടിന്യൂസ്ലി ക്രിയേറ്റിംഗ് തോട്ട്സ്, ഇമാജിനേഷൻസ്, ഡ്രീംസ്. അത് നമുക്ക് ആൻസൈറ്റി, സ്ട്രെസ്, നെഗറ്റീവ് ചിന്തകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ലൈഫിൽ നമുക്കൊരു എന്താ പറയുന്ന ഒരു 24 hour ഒരു ഇന്നർ പീസോ റിലാക്സേഷനോ ഒരു ബ്ലിസ്സോ എക്സ്റ്റസിയോ ഒന്നും നമുക്ക് നോർമൽ സ്റ്റേറ്റിൽ നമുക്ക് ലഭിക്കത്തില്ല. ഇടയ്ക്ക് ഹാപ്പിനെസ് വരും, ഇടയ്ക്ക് നമുക്ക് ജോയ്ഫുൾനെസ് ഒക്കെ ഫീൽ ചെയ്യും, അതുപോലെ തന്നെ ഇടയ്ക്ക് നമുക്ക് സാഡ്നെസ് വരും. സോ ഈ ഹാപ്പിനെസ് സാഡ്നെസ്സിൻ്റെ ഒരു പൊളാരിറ്റിയിലായിരിക്കും നമ്മൾ നോർമലി ജീവിക്കുക എന്ന് പറയുന്നത്. സോ പിന്നെ ഈ ഞാൻ ഒന്നും പറഞ്ഞല്ലോ, നോർമൽ മീൻസ് ഓക്കെ ലൈഫ്. സോ ഈ ഓക്കെ ലൈഫ് എന്ന് പറയുന്നത് ലൈക്ക് അതിൽ നമുക്ക് ആ ഒരു നേരത്തെ പറഞ്ഞ എക്സ്റ്റസി ബ്ലെസ് ഇതൊന്നും നമുക്ക് നോർമലി അവൈലബിൾ അല്ല. ഇടയ്ക്ക് വൺസിൻ്റെ വയൽ നമുക്കൊരു ഹാപ്പിനെസ്സിൻ്റെ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻസ് കിട്ടും, അങ്ങനെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകും, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സാഡ്നെസ്സിലേക്ക് പോകും. അങ്ങനെ ഒരു പെൻഡിലം പോലെ അപ്പുറത്തോട്ട് സ്വിങ് ചെയ്യുന്നൊരു സ്റ്റേറ്റാണ് നമ്മുടെ നോർമൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഇഫ് യു ആർ ഓക്കെ വിത്ത് ദിസ് നോർമൽ ലൈഫ്, ഈ ഒരു നോർമൽ ലൈഫിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, ഇടയ്ക്ക് ടെൻഷൻസ് വരുന്നു, ഇടയ്ക്ക് വ്യാകുലതകൾ വരുന്നു, എന്നിട്ട് വീണ്ടും നിങ്ങൾ പഴയ പോലെ പോകുന്നു. അങ്ങനെ ഈ ഒരു പെൻഡുലത്തിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, ഈ ഒരു സ്വിങ്ങിങ്ങിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, ദെൻ ലീവ് ദിസ് ലൈഫ് ടു ദ വെരി എൻഡ്. പക്ഷേ നിങ്ങളിതിൽ എന്തെങ്കിലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു മടുപ്പ്, ഈ ഒരു റെപ്പറ്റീഷൻ നിങ്ങൾ വർഷങ്ങളോളം ജനിച്ചപ്പോൾ തൊട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ലൈഫ് പോകുന്നത് നിങ്ങൾക്ക് മടുപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, അപ്പോഴാണ് നിങ്ങളൊരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന പാതയിലേക്ക് തിരിയേണ്ട ഒരു ആവശ്യം വരിക എന്ന് പറയുന്നത്. സോ ഏതൊരു വ്യക്തിയും മെഡിറ്റേഷൻ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, ഈ നോർമൽ ലൈഫിൻ്റെ ബോർഡം, ആ ഒരു മൊണോട്ടണസ് വേ ഓഫ് ലീവിങ്, ആ ഒരു റെപ്പറ്റേഷൻ എല്ലാം മതിയായിട്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? ക്യാൻ ലൈഫ് ഓഫർ സംതിങ് ഹയർ, സംതിങ് മോർ ദാൻ ദിസ് നോർമൽ റൊട്ടീൻ എന്നൊരു ചോദ്യമാണ് ഒരു വ്യക്തിയെ മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഒരു ആധ്യാത്മിക അന്വേഷണത്തിലേക്കൊക്കെ ഒരാൾ വരിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ പാതയിലേക്ക് വരിക എന്ന് പറയുന്നത് ഈ നോർമൽ ലൈഫിൻ്റെ ആ ഒരു ബോർഡമാണ്, ആ ഒരു നോർമൽ ലൈഫിൻ്റെ ഡിസാറ്റിസ്ഫാക്ഷനാണ്. സോ മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് അപ്ഗ്രേഡിങ് യുവർ സെൽഫ് ടു ഹയർ റെലംസ് ഓഫ് ലൈഫ്. മെൻ്റൽ റെലത്തിൽ മാത്രം ജീവിച്ച് മടുത്തിട്ട് മെൻ്റൽ റെലത്തിനെ സർപ്പാസ് ചെയ്ത് വേറെ ഹയർ റെലംസ് ഉണ്ടോ? സ്പിരിച്വൽ റെലം ഉണ്ടെന്നാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ തിയററ്റിക്കൽ പാർട്ട്, അല്ലെങ്കിൽ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് ആയിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. മെൻ്റൽ റെലത്തെ സർപ്പാസ് ചെയ്തൊരു സ്പിരിച്വൽ റെലം ഉണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് എ സ്പേസ് വെയർ യു എക്സ്പീരിയൻസ് ഫ്രീഡം, ബ്ലിസ്, എക്സ്റ്റസി. ജീവിതത്തിൻ്റെ മിസറബിൾ അല്ലെങ്കിൽ നോർമൽ സ്റ്റേറ്റിൻ്റെ അപ്പുറം ലൈഫിൻ്റെ ഒരു പരമാനന്ദത്തിൻ്റെ അന്വേഷണമാണ് ഓരോ വ്യക്തിയും സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ നയിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെഡിറ്റേഷനിലേക്ക് വരിക എന്ന് പറയുന്നത്. സോ മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി ബേസിക്കലി മീൻസ് യു ലീവ് ഇൻ ദ നോർമൽ ലൈഫ് എന്ന് പറഞ്ഞാൽ യു ലീവ് ഇൻ ദ മൈൻഡ്. വെൻ യു കം ടു മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി യു ഗെറ്റ് ഔട്ട് ഓഫ് ദ മൈൻഡ്. ആ ഒരു മൈൻഡിൻ്റെ ആ ഒരു ഇംപ്രിസൺമെൻറ്റിൽ നിന്ന് പുറത്ത് കിടന്ന് ഒരു മൈൻഡിനെ പുറത്ത് നിന്ന് വാച്ച് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി, അതായത് മൈൻഡിൻ്റെ ഒരു മാസ്റ്ററിയും കൂടെ നമുക്ക് ഈ ഒരു മെഡിറ്റേഷൻ സ്പിരിച്വാലിറ്റിയിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് നോർമൽ ലൈഫിൽ ഞാൻ പറഞ്ഞത്, നോർമൽ ലൈഫിൽ മൈൻഡ് ഈസ് കൺട്രോളിങ് അസ്, തോട്ട്സ് 24 മണിക്കൂർ നമ്മളെ വേട്ടയാടുന്ന ഒരു അവസ്ഥയാണ്. വൺസ് യു ഗെറ്റ് ഔട്ട് ഓഫ് ദ മൈൻഡ്, ഒരു ഔട്ട് ഓഫ് മൈൻഡ് സ്റ്റേറ്റിൽ നമ്മൾ വരുമ്പോൾ, ഒരു ബിയോണ്ട് മൈൻഡ് സ്റ്റേറ്റിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ മൈൻഡിൻ്റെ മാസ്റ്ററാവും. തോട്ട്സ് നമ്മളെ കൺട്രോൾ ചെയ്യത്തില്ല, അതിന് പകരം നമ്മളായിരിക്കും മൈൻഡിനെ കൺട്രോൾ ചെയ്യുക. മൈൻഡ് ഒരു ബ്യൂട്ടിഫുൾ ഇൻസ്ട്രുമെൻ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മളൊരു ബിയോണ്ട് മൈൻഡ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു ട്രാൻസെൻഡൻ്റൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ വരേണ്ട ആവശ്യമുണ്ട്. ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ വരേണ്ട ആവശ്യമുണ്ട്. കോൺഷ്യസ്നെസ്സിൽ നമ്മളൊരു ഹയർ സ്റ്റേറ്റിൽ എത്തുന്നതിലൂടെ നമുക്ക് ആ ഒരു ബിയോണ്ട് മൈൻഡ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ മൈൻഡിൻ്റെ ഒരു മാസ്റ്ററി നമ്മളിലേക്ക് വരിക എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് അപ്ഗ്രേഡിങ് യുവർ സെൽഫ്. മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി ഈസ് അബൌട്ട് അപ്ഡേറ്റിംഗ് ആൻഡ് അപ്ഗ്രേഡിങ് യുവർ സെൽഫ് ടു ഹയർ റെലം. നിങ്ങളൊരു മാരുതി കാർ ഓടിച്ച് അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫോർ യു.
പക്ഷെ നിങ്ങൾക്ക് മാറി ഒരു ബെൻസ് വേണം, ഒരു ലക്ഷറിയസ് വേ ഓഫ് ലീവിങ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഇന്നർ റിച്ച്നെസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, then meditation and spirituality is for you. It is definitely for you. So you can choose that option. So that's what I have to say in this video. So നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് നോർമൽ ലൈഫ്, എന്താണ് ഒരു മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. ഇറ്റ്സ് അബൌട്ട്, വ്യക്തമാക്കി പറയുകയാണെങ്കിൽ മെഡിറ്റേഷൻ സ്പിരിച്വൽ ലൈഫ് മീൻസ് നമ്മൾ നമ്മുടെ നോർമൽ ലൈഫിനെ ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്യുന്നു, ഒരു ഹയർ ലെവലിലേക്ക് നമ്മൾ പോകുന്നു. ആൻഡ് വി ആർ സ്റ്റിൽ ലിവിങ് ഇൻ ദി സോ കോൾഡ് വേൾഡ്. നമ്മൾ മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു ലോകത്തേക്ക് പോകുമല്ല, നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേൾഡും ആ ഒരു ലൈഫിനെ നമ്മൾ ഒന്നും കൂടെ ഒരു സൂപ്പർ നോർമൽ അല്ലെങ്കിൽ ഒരു അപ്ഗ്രഡേഷനിലേക്ക് നമ്മൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒന്നും കൂടെ മാറ്റുന്നു, ഒന്നും കൂടെ മെച്ചപ്പെടുത്തുന്നു. അതാണ് ബേസിക്കലി നമ്മൾ ഒരു മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വൽ ലൈഫിലേക്ക് ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ നമ്മൾ എൻഹാൻസ് ചെയ്യുക എന്നതാണ്. സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.